മലയാള സിനിമയിലെ പെരുന്തച്ചൻ, സാക്ഷാൽ തിലകന്റെ മകൻ. എന്നാൽ ആ ലേബലിൽ ഒതുങ്ങി നിൽക്കാതെ തൻ്റെ ശബ്ദഗാംഭീര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് ഷമ്മി തിലകൻ. വില്ലനായും ഹാസ്യതാരമായും സ്വഭാവ നടനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അദ്ദേഹം മലയാള സിനിമയിൽ സ്വന്തമായി ഒരിടം നേടിയെടുത്തു. 1971 പത്തനംതിട്ട ജില്ലയിലെ മുണ്ടക്കയത്ത് ഇതിഹാസ താരം തിലകന്റെയും ശാന്തമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. NSS ഹൈസ്കൂൾ പെരുന്നയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം, പിന്നീട് കോട്ടയം NSS കോളേജിൽ നിന്ന് ബിരുദവും നേടി. ഭാര്യ ഉഷ, മകൻ അഭിമന്യു തിലകൻ. അഭിമന്യുവും ഇപ്പോൾ അഭിനയരംഗത്തുണ്ട്. പിതാവിന്റെ പാത പിന്തുടർന്ന് നാടകത്തിലൂടെയാണ് ഷമ്മി കലാരംഗത്തേക്ക് എത്തിയത്. തന്റെ 15ാമത്തെ വയസ്സിൽ നാടകരംഗത്ത് എത്തിയ അദ്ദേഹം അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. PJ ആന്റണിയുടെ PJ തിയേറ്റേഴ്സ്, ചാലക്കുടി സാരഥി, രശ്മി തിയേറ്റേഴ്സ്, കലാശാല തൃപ്പൂണിത്തുറ, കൊല്ലം ട്യൂണ എന്നിങ്ങനെ കേരളത്തിലെ പ്രശസ്തമായ പല നാടക സമിതികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1986 KG ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. തുടക്കകാലത്ത് ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹം പിന്നീട് കരുത്തുറ്റ വില്ലൻ വേഷങ്ങളിലേക്ക് മാറി. ധ്രുവം എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലെ വില്ലൻ ഹൈദർ മരക്കാരുടെ അനിയൻ അലി എന്ന കഥാപാത്രം. ഇതിൽ ഹൈദർ മരക്കാരായി വന്ന ടൈഗർ പ്രഭാകർക്ക് ശബ്ദം നൽകിയതും ഷമ്മിയായിരുന്നു. അതുപോലെ ലേലത്തിലെ CI ജോൺ, പത്രത്തിലെ CI ഹരിദാസ്, വാഴുന്നൂരിലെ SP ചന്ദ്രകുമാർ, പ്രജ എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഇന്നും സോഷ്യൽ മീഡിയകളിലെ വൈറലായ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ബായ്ക്ക് എന്ന ഡയലോഗ് പറയുന്ന ബലരാമൻ, അതുപോലെ കസ്തൂരിമാനിലെ മീര ജാസ്മിന്റെ പ്രിയംവദ എന്ന കഥാപാത്രത്തിന്റെ ചേച്ചിയുടെ ഭർത്താവായ ക്രൂരനായ രാജേന്ദ്രൻ എന്ന പോലീസുകാരൻ, റൺവേയിലെ SP വിശ്വനാഥൻ, കൂടാതെ ലയൺ രൗദ്രം, അതുപോലെ നേരത്തിലെ ഒരു കോമഡി കലർന്ന കഥാപാത്രമായ SI ഊക്കൻ ടിൻഡു. അങ്ങനെ ഒട്ടനവധി സൂപ്പർ ഹിറ്റ് മൂവികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു അദ്ദേഹം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു റോളായിരുന്നു ജോജിയിലെ ഡോക്ടർ ഫെലിക്സ്. കൊറോണ കാലഘട്ടത്തിലെ സിനിമയായതുകൊണ്ട് തന്നെ ഒരു മാസ്ക് വെച്ചിട്ടുള്ള കഥാപാത്രമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നിരുന്നാൽ കൂടി ഓരോ സന്ദർഭങ്ങൾക്കും അനുസരിച്ചുള്ള ഭാവങ്ങൾ ആ മുഖത്ത് വരുത്താൻ സാധിച്ചത് കാണുമ്പോഴാണ് അയാളിലെ പ്രതിഭ നാം ശരിക്കും മനസ്സിലാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഏറെ ചർച്ചാ വിഷയമായ പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലെ സീനിയർ അഡ്വക്കേറ്റ് രഘുറാം അയ്യർ എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വേഷവും അദ്ദേഹം മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. പിന്നീട് സുരേഷ് ഗോപിയുടെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായ പാപ്പനിലെ ഇരുട്ടൻ ചാക്കോ എന്ന ശക്തമായ വില്ലൻ കഥാപാത്രം അദ്ദേഹം മികച്ചതാക്കി. അതിനുശേഷം ബേസിൽ ചിത്രം പാൽത്തു ജാൻവർ എന്ന ചിത്രത്തിലും വ്യത്യസ്തമായ ഒരു വേഷം അദ്ദേഹം ചെയ്തു. ഇതിലെ ഡോക്ടർ സുനിൽ ഐസക് എന്ന കഥാപാത്രത്തിന്റെ ഇതുപോലൊരു നശിച്ച ജോലി എന്ന ഡയലോഗും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഏകദേശം 150 പരം ചിത്രങ്ങളിലായി വ്യത്യസ്തമായ പല കഥാപാത്രങ്ങളെയും വളരെ മികച്ച രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു നല്ല നടൻ എന്നതിലുപരി ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ ജനങ്ങൾ കൂടുതലായും ഇഷ്ടപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ശബ്ദം നൽകിയ ശക്തമായ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനുള്ള ഉത്തരവും. മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ മുതൽ പ്രകാശ് രാജ് വരെയുള്ള ഒട്ടനവധി നായക പ്രതിനായകരുടെയെല്ലാം പ്രശസ്തമായ പല ഡയലോഗുകളും നാം കേട്ടത് ഈ അതുല്യ കലാകാരന്റെ ശബ്ദത്തിലൂടെയായിരുന്നു. അദ്ദേഹം ശബ്ദം നൽകിയ ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മാത്രം നോക്കിയാൽ കടത്തനാടൻ അമ്പാടിയിൽ പ്രേം നസീർ, വ്യൂഹത്തിൽ രഘുവരൻ, താഴ്വാരത്തിൽ സലീം ഘോസ്, ഒളിയമ്പുകളിൽ ചന്ദ്രൻ രാജ്, ആനവൽ മോതിരത്തിൽ മോഹൻരാജ്, കൗരവറിൽ വിഷ്ണുവർദ്ധൻ, ധ്രുവത്തിൽ ടൈഗർ പ്രഭാകർ, ഗസലിൽ നസീർ, ദേവാസുരത്തിൽ നെപ്പോളിയൻ, സ്ഫടികത്തിൽ സ്ഫടികം ജോർജ്, രാവണപ്രഭുവിൽ നെപ്പോളിയൻ, പ്രമാണിയിൽ പ്രഭു, ഒടിയനിൽ പ്രകാശ് രാജ് എന്നിങ്ങനെ വളരെ പ്രശസ്തരായ അഭിനേതാക്കൾക്കും അദ്ദേഹം ശബ്ദം നൽകി. പിതാവിനെ പോലെ തന്നെ ഘനഗാംഭീര്യമുള്ള ശബ്ദം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റാണ്. 1993 ഗസൽ എന്ന ചിത്രത്തിലെ ശബ്ദത്തിന് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് 2018 ഒടിയൻ എന്ന ചിത്രത്തിലെ ശബ്ദത്തിനും അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. 2013 നേരം, ശൃംഗാരവേലൻ എന്നീ ചിത്രങ്ങൾക്ക് മികച്ച ഹാസ്യ നടനുള്ള വനിതാ ഫിലിം അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അച്ഛനെ പോലെ തന്നെ സ്വന്തം നിലപാടുകൾ ആരുടെ മുമ്പിലും തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിത്വമാണ് ഷമ്മിയുടെയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടരാറുണ്ട്. അമ്മ എന്ന സംഘടനയുമായുള്ള തർക്കങ്ങളും തൻ്റെ നിലപാടുകൾ തുറന്നു പറയുന്ന സ്വഭാവവും അദ്ദേഹത്തെ വാർത്തകളിൽ നിറച്ചു നിർത്തിയിട്ടുമുണ്ട്. തിലകൻ എന്ന മഹാനടന്റെ തണലിൽ നിന്ന് തുടങ്ങി സ്വന്തം ശബ്ദം കൊണ്ടും
അഭിനയ ശൈലി കൊണ്ടും മലയാള സിനിമയിൽ തന്റേതായ ഒരിടം വെട്ടിത്തെളിച്ച നടനാണ് ഷമ്മി തിലകൻ. വെറുമൊരു നടൻ എന്നതിലുപരി പകരം വെക്കാനില്ലാത്ത ഒരു പ്രതിഭയായി അദ്ദേഹം ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഷമ്മി തിലകന്റെ ഏത് വേഷമാണ് നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.